നല്ല സോഫ്റ്റ് ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ളൊരു ഇലയടയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. വൈകുന്നേരം ചായക്കെല്ലാം കൂടെ കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിലും നല്ല സോഫ്റ്റായിട്ടും ഉള്ളൊരു അടയാണ്. സാധാരണ പച്ച വെള്ളത്തിൽ കുഴച്ചിട്ടാണ് കേട്ടോ ഇത് ഞാൻ ചെയ്തെടുക്കുന്നത്, ചൂടുവെള്ളത്തിലൊന്നുമല്ല. അപ്പം നല്ല ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഈ സോഫ്റ്റ് അട എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക. റെസിപ്പി നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ അട ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് ഒരു 1/2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യ് ചൂടായി കഴിയുമ്പം ഒരു 1/2 സ്പൂൺ ജീരകം ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. പൊട്ടിയിരിക്കുന്ന ജീരകത്തിൽ ഒരു ചെറിയൊരു നേന്ത്രപ്പഴം ഒന്ന് വരട്ടാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നേന്ത്രപ്പഴം ശരിക്കൊന്ന് വരട്ടി ഒന്ന് വേവിച്ച് എടുക്കണം കേട്ടോ. ചെറിയ ചൂടിലിട്ടിട്ട് വരട്ടിയിട്ട് നേന്ത്രപ്പഴം എല്ലാം ഫുള്ള് ശരിക്കൊന്ന് ഉടഞ്ഞു കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം ഇതിലേക്ക് വേറെ സാധനങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. 1 കപ്പ് തേങ്ങ ചെറിയതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഈ തേങ്ങയും പച്ചച്ചൊവയെല്ലാം മാറുന്നവരേക്ക് ചെറിയ ചൂടിലിട്ടിട്ടൊന്ന് വരട്ടിയെടുക്കണം. വല്ലാതെ വറുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പച്ചച്ചൊവ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ 2-3 മിനിറ്റ് തേങ്ങയും നമുക്ക് പഴത്തിൻ്റെ കൂടെ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് വരട്ടി കൊടുക്കാം. നെയ്യ് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ശകലം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ തേങ്ങയുടെ പച്ചച്ചൊവയെല്ലാം ശരിക്ക് ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അതേ അളവിൽ തന്നെ ശർക്കരപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മുഴുവൻ ശർക്കരയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് വെള്ളത്തിൽ അലിയിപ്പിച്ചെടുത്തിട്ട് ഒന്ന് അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇത് ശർക്കര പൊടി ആയതുകൊണ്ടാണ് തേങ്ങയുടെ കൂടെ തന്നെ നേരിട്ട് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ ശർക്കരയും ഇതിലിട്ടിട്ട് ശരിക്കും ഒന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ ശർക്കരയിൽ നിന്നെല്ലാം വെള്ളമയം ശരിക്കും ഇറങ്ങി വരും. ആ വെള്ളമയം എല്ലാം ഇറങ്ങി വന്നിട്ട് അതൊന്ന് വറ്റി വരണ്ട് കിട്ടണം. ഇതുപോലെ ഇങ്ങനെ ഇരിക്കണം. ഇതുപോലെ ഇങ്ങനെ 2-3-4 മിനിറ്റ് ഇതൊന്ന് ചൂടിലിങ്ങനെ ഒന്ന് വരട്ടിയാൽ മതി. ഈ സമയത്ത് ഇനി കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. ജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ മുഴുവൻ ജീരകം ചേർത്തുകൊണ്ടാണ് ആദ്യമേ തന്നെ നെയ്യിൽ പൊട്ടിച്ചിട്ട് എടുത്തത്. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറാനായിട്ട് ഇതൊന്ന് മാറ്റി വെച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. നല്ലപോലെ വരട്ടിയെടുക്കുക. ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവം വരേക്ക് ഇതൊന്ന് ആക്കിയെടുക്കുക. ചൂടാറാനായിട്ട് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടയ്ക്കുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഈ ഗോതമ്പ് പൊടിയിലേക്ക് ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടയ്ക്ക് ഒരു മധുരം ചെറുതായിട്ട്, അടയുടെ മാവിനും ചെറുതായിട്ടൊരു മധുരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ടൊരു ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തത്. അതിനുശേഷം ഒരു 1/4 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഗോതമ്പ് പൊടി ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിൽ കുറച്ച് ലൂസായിട്ട് വേണം കേട്ടോ കുഴയ്ക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ ഗോതമ്പ് പൊടി എടുത്ത് അതേ കപ്പിൽ തന്നെ വെള്ളം എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് കുഴച്ചെടുക്കാം. കൈവച്ചിട്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം കുഴയ്ക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ കപ്പിൽ ഗോതമ്പ് പൊടി എടുത്ത് അത്രയും അളവിൽ തന്നെ വെള്ളം എടുത്തിരുന്നു. ഇത്രയും വെള്ളത്തിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇരിക്കണം മാവ്. ഇതുപോലെ ഇത്ര ലൂസായിട്ടിരിക്കണം. ഇനിയിപ്പോൾ മാവ് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് സെറ്റാവാനായിട്ട് ഇതൊന്ന് കുറച്ച് സമയം ഒന്ന് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. ആ സമയത്തേക്ക് വാഴയില നമ്മൾക്ക് അടുപ്പിൽ വെച്ചിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. വാഴയില ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുത്തേക്കുന്നതാണ്. ഫ്ലെയിം ശരിക്കും സിം ചെയ്ത് ലോയിൽ വെച്ചിട്ട് വേണം ഇല ഇങ്ങനെ വാട്ടിയെടുക്കാനായിട്ട്. അതിന് ശേഷം അത് പീസാക്കി മുറിച്ച് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ അട പരത്താനായിട്ട് നമ്മൾ ഈ നേരത്തെ കുഴച്ച് വെച്ചിരുന്ന മാവിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള അത്രയും അളവിൽ ഇത് എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കപ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതും ആവശ്യം വരും. നമ്മൾക്ക് അട പരത്തുന്ന സമയത്ത് അത് ആവശ്യം വരും. മാവ് കുറച്ച് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിൽ നമ്മുടെ വിരലൊന്നും മുക്കിയിട്ട് ഇതൊന്നിങ്ങനെ പരത്തി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെള്ളത്തിൽ വിരൽ മുക്കിയിട്ട് ഒന്ന് പരത്തി എടുത്താൽ മതി. പരത്തുന്ന സമയത്ത് ഇത് എപ്പോഴൊക്കെ നമ്മുടെ കയ്യെ ഒട്ടുന്നോ അപ്പോൾ എല്ലാം നമ്മൾക്ക് ഈ വെള്ളത്തിൽ മുക്കിയിട്ട് ഇതിങ്ങനെ പരത്തിയെടുക്കാം. എല്ലാ സൈഡും ഒരേപോലെ ആകാൻ പാകത്തിന് നമ്മൾക്ക് ഈ ഇലയുടെ നടുക്ക് ഭാഗത്തായിട്ട് വേണം പരത്തി കൊടുക്കാനായിട്ട്. അറ്റത്തേക്കൊന്നും മാവ് ഒട്ടും സ്പ്രെഡ് ആവരുത്. ഇതുപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പരത്തി എടുത്താൽ മതി. എല്ലായിടവും ഒരേപോലെ ഒരേ കട്ടിക്ക് തന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇലയുടെ നടുക്ക് തന്നെ മാക്സിമം പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾക്ക് കൈ വെച്ചിട്ട് എക്സ്ട്രാ മാവ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ തടവി കൊടുത്താൽ എക്സ്ട്രാ മാവെല്ലാം നമ്മുടെ കയ്യിലേക്ക് പോയി കിട്ടും. അതുപോലെ തന്നെ മാവെല്ലായിടത്തും ഒരേപോലെ ആയി കിട്ടും. ഇപ്പോൾ അവിടെ ഇങ്ങനെ മാവ് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ശർക്കരയുടെ ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കണം. ഒരു സൈഡിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. അതിന് ശേഷം അത് കൈ വെച്ചിട്ട് നമ്മൾക്ക് ആ ഒരു സൈഡ് ഫുള്ള് ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡിൽ മാത്രമേ വയ്ക്കാമുള്ളൂ കേട്ടോ. ഇതിങ്ങനെ ശരിക്കും സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ശർക്കര വയ്ക്കാത്ത സൈഡ് ഇപ്പുറേക്ക് മേലേക്ക് മടക്കി കൊടുക്കുക. അതിനുശേഷം അതൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഈ ഇലയുടെ 2 സൈഡും ഒന്ന് മടക്കി കൊടുക്കാം. 2 സൈഡും ഇതുപോലെ ഇങ്ങനെ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി വയ്ക്കുക.
അതിനുശേഷം നമുക്കിതൊന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ അത് ശരിക്കും ലോക്കായി കിട്ടും. ഇലയുടെ ഉള്ളിൽ ഈ മാവ് അട നമ്മൾക്ക് ശരിക്കും ലോക്കായി കിട്ടും, ഒട്ടും പുറത്ത് പോവില്ല. അതായത് ഇതുപോലെ ഇങ്ങനെ മടക്കിയാൽ മാവ് ശരിക്കും ലോക്കായി കിട്ടും, ഒട്ടും പൊട്ടിയും പോകില്ല, ഇതൊന്നും ഒട്ടും പുറത്തും പോവില്ല. അപ്പോൾ അതായത് ഇതുപോലെ ഇങ്ങനെ മടക്കിയെടുക്കുക. ഇനിയിപ്പോൾ ഈ മാവ് ഇത് എല്ലാം ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഫുള്ളായിട്ട് ഇതൊന്ന് മടക്കി ഇതുപോലെ ഓരോ അടയാക്കി എടുത്തു കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ഒരെണ്ണം കൂടെയും ഇതുപോലെ ഇങ്ങനെ പരത്തുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാ ഇല എടുത്ത് വെച്ചിട്ടുണ്ട്. ഇലയിലേക്ക് നമുക്ക് ആദ്യം മാവ് എടുത്ത് വയ്ക്കാം. മാവ് നമുക്ക് കൈ വെച്ചിട്ട് അതുപോലെ ഇങ്ങനെ എല്ലായിടത്തും നടുക്ക് ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ പരത്തി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് വിരൽ വെച്ചിട്ട് അത് എല്ലായിടത്തും ഇങ്ങനെ ഒരേപോലെ ആക്കിയെടുക്കുക. നടുക്ക് മാത്രം പരത്തണം കേട്ടോ, അത് ശരിക്കും പ്രത്യേകം ശ്രദ്ധിക്കണം. വിരൽ വെച്ചിട്ട് നമുക്ക് എല്ലായിടത്തും ഒരുപോലെ ആക്കുക. അതിന് ശേഷം നമ്മുടെ ശർക്കരയുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നേരെ ശർക്കര വയ്ക്കാത്ത സൈഡിൽ നിന്ന് അപ്പുറം ഓപ്പോസിറ്റ് സൈഡിലേക്ക് അത് മടക്കി കൊടുക്കുക. രണ്ട് സൈഡ് മടക്കി കഴിഞ്ഞതിന് ശേഷം മറ്റേ സൈഡും കൂടെ തിരിച്ച് മടക്കി ഇത് അതുപോലെ ഇങ്ങനെ ലോക്കാക്കിയിട്ട് എടുത്ത് വയ്ക്കുക. ഇപ്പോൾ ഇതെല്ലാം ഇവിടെ അതുപോലെ ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. ഇതാ ഒട്ടും പുറത്തേക്കൊന്നും പോവില്ല കേട്ടോ. അതുപോലെ ഇങ്ങനെ ശരിക്കും ടൈറ്റായിട്ട് മടക്കി എടുത്തിട്ടുണ്ട് എല്ലാ സൈഡും. ഞാൻ നേരത്തെ തന്നെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ചെറുതായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഓരോ ഇടയും ഇതിലേക്ക് എടുത്ത് വയ്ക്കാം. വെള്ളം തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 20 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ആവി കയറ്റിയാലും മതിയാവും. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇത് അട ഓരോന്നും ഞാൻ ഇതുപോലെ ഇങ്ങനെ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ടൈറ്റായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെള്ളം നല്ലപോലെ തിളച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. അപ്പോൾ ഇത് ശരിക്ക് ഒരു 10-15 മിനിറ്റിൽ ശരിക്ക് വെന്ത് കിട്ടും. ഇപ്പോൾ 20 മിനിറ്റോളം ഞാനിതിവിടെ ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ തിളപ്പിച്ചിരുന്നു. അട ശരിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, നമുക്ക് ചൂടാറിയിട്ട് ചൂടൊന്ന് ആറിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ ചെറുതായിട്ട് ചൂടാറി കഴിഞ്ഞപ്പോൾ നമുക്ക് എടുക്കാം. കൈ വെച്ചിട്ട് എടുക്കാൻ പേടിയുള്ളവർക്ക് അതുപോലെ ഞാനൊരു സ്പൂൺ വെച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ. നല്ല ചൂടുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു സ്പൂൺ വെച്ചിട്ടാണ് എടുക്കുന്നത്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ട് ശരിക്കും നല്ലപോലെ ചൂടാറി കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്കിത് കഴിക്കാം. അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് ശരിക്കും അറിയുള്ളൂ. അപ്പോൾ ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് ഇതിവിടെ ഇങ്ങനെ ചൂടാറാനായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അട ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ചായക്കെല്ലാം കൂടെ കഴിക്കാനായിട്ട്. നമ്മുടെ പഴയ കാലത്തെ ഒരു 4 മണി പലഹാരമാണിത്. നല്ല ഹെൽത്തിയുമാണ്. അതുപോലെ തന്നെ വാഴയിലെല്ലാം ചുട്ടെടുക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു പ്രത്യേക ടേസ്റ്റും അതുപോലെ തന്നെ ഒരു പ്രത്യേക സ്മെല്ലും വാസനയും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അടയുടെ റെസിപ്പി. നല്ല എളുപ്പമാണ്. അതൊട്ടും പൊട്ടിപ്പോകാതെയും പുറത്തേക്കൊന്നും പോകാതെയും ശരിക്കും നമുക്ക് ഫോൾഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ അട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. എന്നും പറയുന്ന പോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള വേറെ റെസിപ്പി ആയിട്ട് ഉടനെ കാണുന്നവരേക്കും താങ്ക്